ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോംവർക്ക് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ സെപ്റ്റംബർ 8-ന് വിക്ടേഴ്സിൽ സംപ്രേഷണം ചെയ്ത നിങ്ങളുടെ ബേസിക് സയൻസിലെ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശ വിസ്മയങ്ങൾ എന്ന അധ്യായവുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ്സാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പ്രധാനപ്പെട്ട പോയിന്റുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചെറിയ 1-2 ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടതെന്നുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രകാശത്തിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചൊക്കെ പഠിച്ചല്ലേ, പ്രകാശം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് പ്രകാശം ഉപകാരപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളെ കാണുന്നതിൽ പ്രകാശം നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമുക്ക് വെളിച്ചമില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രകാശമില്ലെങ്കിൽ ഒരു വസ്തുവും കാണാനായിട്ട് സാധിക്കില്ല അല്ലേ. അതുകൊണ്ടാണ് രാത്രിയിൽ ലൈറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ടോർച്ച് ഇല്ലാതെ നമുക്കൊന്നും കാണാനായിട്ട് സാധിക്കാത്തത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? നമുക്ക് വസ്തുക്കളെ കാണണമെങ്കിൽ പ്രകാശം ആവശ്യമാണ് അല്ലേ. വസ്തുക്കളെ കാണാൻ പ്രകാശം ആവശ്യമാണ്, അല്ലെങ്കിൽ ലൈറ്റ് ഈസ് നീഡഡ് ടു സീ ഒബ്ജക്ട്സ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി എങ്ങനെയാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഒരു വസ്തുവിനെ നാം കാണുന്നത് എങ്ങനെയാണ്? ഹൗ ഡു വി സീ ആൻ ഒബ്ജക്റ്റ്? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ പുറകിലിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല അല്ലേ. കാരണം നമ്മുടെ മുന്നിലുള്ള വസ്തുക്കളെ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഒരു കുട്ടി ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അല്ലേ. ആ ബുക്ക് വായിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ആ ചിത്രത്തിൽ വലതുവശത്ത് കൊടുത്തിരിക്കുന്നത്. കുട്ടിയുടെ കണ്ണുണ്ട്, അതുപോലെ തന്നെ പ്രകാശ സ്രോതസ് ബൾബാണ് അല്ലേ, സോഴ്സ് ഓഫ് ലൈറ്റ്. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ പുസ്തകമാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ പ്രകാശം ലഭിക്കുന്നത്, പ്രകാശ സ്രോതസ് എന്ന് പറയുന്നത് ബൾബാണ് അല്ലേ. ഈ ബൾബിൽ നിന്നുള്ള പ്രകാശം ആ പുസ്തകത്തിൽ പതിക്കുന്നു. ആ പതിക്കുന്ന പുസ്തകത്തിൽ നിന്നും ആ പ്രകാശം എന്ത് ചെയ്യുന്നു? കുട്ടിയുടെ കണ്ണുകളിലേക്ക് പതിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് കുട്ടിക്ക് ആ ബുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വസ്തുവിനെ കാണണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? പ്രകാശം ആ വസ്തുവിൽ തട്ടി നമ്മുടെ കണ്ണിലേക്ക് പ്രതിപദിക്കണം. അപ്പോഴാണ് നമുക്ക് ഒരു വസ്തുവിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. അപ്പം ഇവിടെ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ബൾബാണ്. അവിടെ നിന്നുള്ള ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റിൽ, ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ബുക്കാണ് അല്ലേ. ബുക്കിൽ വന്നിട്ട് പതിക്കുന്നു. അവിടെ നിന്നും അതെന്ത് ചെയ്യുന്നു? അത് പ്രതിപദിച്ച് ആ കുട്ടിയുടെ ഐസിലേക്ക് പോകുന്നു. അങ്ങനെയാണ് വസ്തുവിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഒരു വസ്തുവിൽ തട്ടുന്ന പ്രകാശം പ്രതിപദിച്ച് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. അല്ലെങ്കിൽ ലൈറ്റ് കമ്മിങ് ഫ്രം ദ സോഴ്സസ് ഫാൾസ് ഓൺ ഒബ്ജക്ട്സ് ആൻഡ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ്. വെൻ ദിസ് റിഫ്ലക്റ്റഡ് ലൈറ്റ് എൻറ്റർ അവർ ഐസ് ദ ഒബ്ജക്ട്സ് ബിക്കം വിസിബിൾ ടു അസ്. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് ഒബ്ജക്ട്സിൽ വീഴുന്നു അല്ലേ. വീണ് കഴിഞ്ഞിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രതിപദിക്കുന്നു, എന്നിട്ട് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു. അങ്ങനെ കണ്ണിലെത്തുമ്പോഴാണ് നമുക്ക് ആ വസ്തുവിനെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പുറകിലിരിക്കുന്ന വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റാത്തത്. എന്തുകൊണ്ടാണ്? ആ വസ്തുവിൽ തട്ടിയ പ്രകാശം നമ്മുടെ കണ്ണിൽ എത്തുന്നില്ല അല്ലേ. കാരണം അത് നമ്മുടെ പുറകിലാണ്. അപ്പോൾ നമ്മുടെ മുൻപിലുള്ള വസ്തുക്കളിലേക്ക് പ്രകാശം തട്ടുന്നു, അവിടെ നിന്ന് അത് പ്രതിപദിച്ച് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു. അപ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. ഓക്കെ. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദർപ്പണങ്ങളെക്കുറിച്ചാണ്. ദർപ്പണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കണ്ണാടി അല്ലേ. നമ്മൾ മുഖം നോക്കാനൊക്കെ ഉപയോഗിക്കുന്ന കണ്ണാടി. ഈ കണ്ണാടിയുടെ പ്രതലം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു സമതലമാണ് അല്ലെങ്കിൽ ഒരു പരന്ന പ്രതലമാണ് അല്ലേ. ഇത്തരത്തിൽ ഉപരിതലം സമതലമായ ദർപ്പണങ്ങളെ നമ്മൾ സമതല ദർപ്പണം എന്ന് പറയുന്നു. എ മിറർ വിത്ത് എ പ്ലെയിൻ സർഫസ് ഈസ് കോൾഡ് എ പ്ലെയിൻ മിറർ. അപ്പോൾ എന്താണ് സമതല ദർപ്പണം എന്ന് ഓർത്തിരിക്കുക. ഉപരിതലം സമതലമായ ദർപ്പണങ്ങൾ, അവയെ നമ്മൾ സമതല ദർപ്പണം എന്ന് പറയുന്നു. അല്ലെങ്കിൽ എ മിറർ വിത്ത് എ പ്ലെയിൻ സർഫസ് ഈസ് കോൾഡ് എ പ്ലെയിൻ മിറർ. ഓക്കെ. ഇനി ഇവിടെ അടുത്തൊരു ചിത്രം തന്നിരിക്കുന്നുണ്ട്. എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? ഒരു കണ്ണാടിയിലേക്ക് ഒരു ടോർച്ച് അടിക്കുകയാണ് അല്ലേ. ലൈറ്റ് വന്ന് അടിക്കുകയാണ്, വീഴാണ്. ആ ലൈറ്റ് അവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ. അപ്പോൾ പ്രകാശരശ്മികൾ ആ വരുന്ന കണ്ണാടിയിൽ പതിക്കുന്നു, അതുപോലെ തന്നെ അവിടുന്ന് അത് പ്രതിപദിച്ച് പോകുന്നു. ഓക്കെ. ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാം. കണ്ടോ? ഇവിടെ താഴെ തന്നിരിക്കുന്നത് സമതല ദർപ്പണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ണാടി ഒരു സമതല ദർപ്പണമാണെന്നല്ലേ. അപ്പോൾ ഈ സമതല ദർപ്പണത്തിലേക്ക് ഒരു പ്രകാശരശ്മി വന്ന് പതിക്കുമ്പോൾ അത് പ്രതിപദിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പ്രതിപദിക്കുമ്പോൾ അതിലെ ചില കാര്യങ്ങൾ, നിങ്ങൾ ചില വാക്കുകൾ പഠിക്കണം. ഈ വന്ന് വീഴുന്ന രശ്മിയെ നമ്മൾ
പതനകിരണം എന്ന് പറയുന്നു. അപ്പോൾ ഏതാണ് പതനകിരണം? ഈ ദർപ്പണത്തിലേക്ക് വന്ന് പതിക്കുന്ന ആ ഒരു കിരണം അല്ലെങ്കിൽ ആ ഒരു രശ്മി, അതാണ് പതനകിരണം. അപ്പോൾ എന്തായിരിക്കും പ്രതിപതന കിരണം എന്ന് പറഞ്ഞാൽ? പ്രതിപതന കിരണം എന്ന് പറഞ്ഞാൽ ഈ ദർപ്പണത്തിൽ നിന്നും പ്രതിപതിച്ചു പോകുന്ന ആ ഒരു രശ്മി, അതിനെയാണ് നമ്മൾ പ്രതിപതന കിരണം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പ്രകാശരശ്മികളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് പതനകിരണവും അടുത്തത് പ്രതിപതന കിരണവും. പതനകിരണം എന്ന് പറഞ്ഞാൽ പതിക്കുന്ന രശ്മി അല്ലേ, വന്ന് പതിക്കുന്ന രശ്മി. പ്രതിപതന കിരണം എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന രശ്മി, അതാണ് പ്രതിപതന കിരണം. മനസ്സിലായല്ലോ? പിന്നെ മനസ്സിലാക്കേണ്ടത് ഒരു ലംബമുണ്ട്. എന്താണ് ലംബം? ലംബം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ഒരു രേഖ, അതിനെയാണ് നമ്മൾ ലംബം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കിരണം വന്ന് പതിക്കുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ബിന്ദു, ആ ബിന്ദുവിൽ നിന്നും നമ്മൾ 90 ഡിഗ്രിയിൽ വരച്ചിരിക്കുന്ന ഈ ഒരു രേഖയാണ് അതിൻ്റെ ലംബം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലംബം എന്ന് പറയുന്നത് ഈ സമതല ദർപ്പണത്തിന് 90 ഡിഗ്രി ആയിരിക്കും അല്ലെങ്കിൽ ലംബമായിരിക്കും ആ ഒരു രേഖ. ഓക്കെ. പിന്നെ വേറെ രണ്ട് വാക്കുകൾ കൂടി കാണുന്നുണ്ട് അല്ലേ, പതന കോണും പ്രതിപതന കോണും. ഇവിടെ രണ്ട് കോണുകൾ ഉണ്ടാകുന്നുണ്ട്, ഇവിടെ അടയാളപ്പെടുത്തിയ നിങ്ങൾക്ക് കാണാം. ഏതൊക്കെയാണ്? ഒന്ന് പതന കോണാണ്, അടുത്തത് പ്രതിപതന കോണാണ്. അപ്പോൾ എന്തായിരിക്കും പതന കോണ്? എവിടെയാണ് പതന കോൺ ഉണ്ടാകുന്നത്? പതന കിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണിനെ നമ്മൾ എന്തു പറയുന്നു? പതന കോൺ എന്ന് പറയുന്നു. പ്രതിപതന കിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോണ്. അപ്പോൾ ഒരു പതന കിരണം ഒരു ദർപ്പണത്തിലേക്ക് പതിക്കുമ്പോൾ അത് ലംബവുമായി ഉണ്ടാക്കുന്ന കോണാണ് പതന കോണ്. അപ്പോൾ എന്താണ് പ്രതിപതന കോണ്? പ്രതിപതന കിരണം തിരിച്ചു പോകുമ്പോൾ ലംബവുമായി ഉണ്ടാക്കുന്ന കോണാണ് പ്രതിപതന കോണ്. ഇനി നമുക്കിതൊന്ന് നോട്ടായിട്ട് എഴുതാം. അപ്പോൾ പതനകിരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മി, അതാണ് പതനകിരണം. പ്രതിപതന കിരണമോ? ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മി അല്ലേ. ഇനി ലംബം, ദർപ്പണത്തിൻ്റെ പ്രതലത്തിന് ലംബമായി പതനബിന്ദുവിൽ നിന്നും വരച്ചിരിക്കുന്ന രേഖ, അതാണ് ലംബം. ഇനി പതന കോൺ, പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതന കോണ്. പ്രതിപതന കോൺ, പ്രതിപതന കിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണ്. അപ്പോൾ ഈ 5 വാക്കുകളും എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, മാറിപ്പോകാതെ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഇനി ഇംഗ്ലീഷിൽ നമുക്കിതൊന്ന് നോക്കാം. ഇംഗ്ലീഷിൽ വരുമ്പോഴത്തേനും പതന കിരണത്തെ നമ്മൾ പറയുന്നത് ഇൻസിഡൻറ്റ് റേ എന്നാണ്. ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ പതനകിരണം, പതിക്കുന്ന രശ്മി, റേ. അപ്പോൾ പ്രതിപതന കിരണമോ? റിഫ്ലക്റ്റഡ് റേ അല്ലേ, പ്രതിപതിച്ച രശ്മി, അതാണ് റിഫ്ലക്റ്റഡ് റേ. പിന്നെ എന്തുണ്ട്? പിന്നെ ഒരു ലംബമുണ്ട് അല്ലെങ്കിൽ നോർമൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു കാര്യം പറയാൻ മറന്നു, ഇവിടെ ദർപ്പണത്തിന് നമ്മൾ പ്ലെയിൻ മിറർ എന്നാണ് പറയുന്നത് കേട്ടോ. സമതല ദർപ്പണം അല്ലെങ്കിൽ പ്ലെയിൻ മിറർ. അപ്പോൾ ഈ പ്ലെയിൻ മിററിലേക്ക് വന്ന് പതിക്കുന്ന റേ, അതാണ് ഇൻസിഡൻറ്റ് റേ. അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേ ആണ് റിഫ്ലക്റ്റഡ് റേ. പിന്നെ അവിടെ ഒരു നോർമൽ ഉണ്ട്, ഒരു ലംബമുണ്ട് അല്ലേ. പിന്നെ രണ്ട് ആംഗിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ നോർമൽ. ഓക്കെ. ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ. അപ്പോൾ മനസ്സിലായല്ലോ, ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും. നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ നോട്ട്. ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞാൽ ദ റേ ഫാളിങ് ഓൺ ദ മിറർ അല്ലേ, മിററിൽ വന്ന് പതിക്കുന്ന റേ അല്ലെങ്കിൽ വന്ന് വീഴുന്ന രശ്മി, അതാണ് ഇൻസിഡൻറ്റ് റേ. റിഫ്ലക്റ്റഡ് റേ എന്ന് പറഞ്ഞാൽ ദ റേ റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ അല്ലേ, മറ്റത് ഓൺ ദ മിറർ ആയിരുന്നു, ഇത് ഫ്രം ദ മിറർ, മിററിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന റേ, അതാണ് റിഫ്ലക്റ്റഡ് റേ. പിന്നെ നോർമൽ ഉണ്ട്, ലംബം. ദ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ പതന ബിന്ദു എന്ന് മലയാളത്തിൽ പറയും. ആ പതിക്കുന്ന ആ ഒരു പോയിന്റ്, ആ പോയിന്റിൽ നിന്നും ഈ ഒരു മിററിന് പെർപെൻഡിക്കുലറായി വരച്ചിരിക്കുന്ന ലൈന്, അതിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. പിന്നെയോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ നോർമൽ. ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഊഹിച്ചൂടെ, ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം ഇതാണ്, പതന കോണും പ്രതിപതന കോണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? നിങ്ങൾ ആ ചിത്രത്തിൽ കണ്ടിരുന്നു അല്ലേ, രണ്ടും എങ്ങനെയാണ് വന്ന് പതിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ആ ചിത്രം ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഇതാ
ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഉണ്ട്, രണ്ട് കോണുകളുണ്ട്. ഈ രണ്ട് കോണുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് നോക്കിയേ. നമുക്ക് ഇതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണത്തെക്കുറിച്ച് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു പരീക്ഷണം ചെയ്ത് നോക്കാൻ. ആ പരീക്ഷണം ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ടാണ് ഇത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി ആകുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്ര കിട്ടിയത്? അതും 30 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 50 ഡിഗ്രി ആകുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 50 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ഡിഗ്രി ആയപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 60 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 80 ഡിഗ്രി ആയപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 80 ഡിഗ്രിയാണ്. എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? മലയാളത്തിലും കൂടെ പറയാം. പതനകോണ് 30 ഡിഗ്രി ആയപ്പോൾ പ്രതിപതന കോൺ എത്രയായി? 30 ആയി അല്ലേ. പതനകോൺ 50 ആയപ്പോൾ പ്രതിപതന കോണും 50 ആണ്. പതനകോൺ 60 ആയപ്പോൾ പ്രതിപതന കോണ് 60 ആണ്. പതനകോൺ 80 ആയപ്പോൾ പ്രതിപതന കോണും 80 ആണ്. എന്താണ് ബന്ധം തോന്നുന്നത്? പതനകോണും പ്രതിപതന കോണും തുല്യമാണ് അല്ലേ. എല്ലായ്പ്പോഴും പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വിൽ ബി സെയിം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? പതനകോണും പ്രതിപതന കോണും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വിൽ ബി ഓൾവേസ് സെയിം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പ്രധാനപ്പെട്ട പോയിന്റുകളും നോട്ട്സൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക, ആക്ടിവിറ്റീസൊക്കെ പൂർത്തിയാക്കുക. അതുപോലെ ഞാനിടുന്ന ഇതുപോലത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിടുന്ന ക്ലാസ്സുകളെ നോട്ടിഫിക്കേഷൻ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.